പൈസ വന്നാ? വന്നു. എന്താ പറഞ്ഞത്? നമ്മള് ആദ്യത്തെ സമയത്തൊക്കെ ഞങ്ങൾ തന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്നു കൊറേ കഥ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നാട്ടുവർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ആരും വരുന്നില്ല. ഓരോ കാറുകൾ കാണുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നും ആരെങ്കിലും ഒന്ന് വന്നീനെങ്കിൽ, ഒന്ന് കാറ് നിർത്തിയില്ലെങ്കിൽ, പഠിച്ചോനെ പോലെ മനസ്സൊന്ന് നമ്മളെടുത്ത് നിർത്താനുള്ള മനസ്സാക്കി കൊടുക്കണേ. കൊറേ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും. എന്ത് ചെയ്യാനാ? അപ്പൊ നമ്മള് അവളും ഞാനും പരസ്പരം പറയടി നിരാശപ്പെടരുത്, പിന്നെ നമുക്ക് എന്തായാലും നാളെയും വരണം, നോക്കിയിട്ട് കാര്യമില്ല, എന്തായാലും വരണം, ബാക്കിയായാലും വേണ്ടിയില്ല, നമുക്ക് വരണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ വന്ന് വീണ്ടും വരും, പിറ്റേത്തെ ദിവസവും വരും. അന്ന് നമ്മൾ കുറയ്ക്കും. അങ്ങനെ ഡെയിലി വരൂ. ചിലരൊക്കെ അങ്ങനെ വന്ന് കണ്ട് നിർത്തും. ചിലർക്ക് നമ്മൾ രണ്ടാളും, ചിലർക്ക് പാവം തോന്നും. എന്താ നമ്മൾ രണ്ട് സ്ത്രീകൾ ഇവിടെ റോട്ടുമ്പിൽ നിൽക്കുന്ന കണ്ടിട്ട് ചിലർക്ക് പാവം തോന്നിയിട്ട് വരുന്നോലും ഉണ്ടാവും. പിന്നെ അങ്ങനെ ഞങ്ങൾ ഏതായാലും ഒരു ദിവസം നല്ല പെരുമഴ. അന്നാരും മഴത്ത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും നിർത്താനുള്ളൊരു ഇത് ഇല്ലല്ലോ. നമുക്കിവിടെ അതിനുള്ള സംവിധാനവും ഇല്ല. മഴ കൊള്ളാതിരിക്കാനും ഭക്ഷണം കഴിക്കാനൊന്നുള്ള സംവിധാനമൊന്നും ഇല്ലല്ലോ. അതിനുള്ളത് കഴിക്കാൻ ചായ കുടിക്കാനൊന്നുള്ള സംവിധാനം ഇല്ലാത്തോണ്ട് അല്ല ഇങ്ങനല്ല. ആദ്യം ഞങ്ങൾ ഈ ഒരു ടേബിൾ അല്ല, വാടകയ്ക്ക് എടുത്തൊരു ടേബിളും പിന്നെ വീടിന്റെ അടുത്തുനിന്ന് കടം വാങ്ങിയൊരു ഫ്ലാസ്കും ഉണ്ടായിരുന്നു. ആ ഫ്ലാസ്കുമെന്നാ ഞങ്ങളെ തുടക്കം. അങ്ങനെ അതിൽ ഞങ്ങൾ കച്ചവടം ചെയ്ത് നോമ്പായപ്പോ, നോമ്പിന്റെ മുമ്പായിട്ട് ഞങ്ങൾ ഈ ഒരു ടേബിൾ വാങ്ങി മീഷോന്ന് കൊടയും വാങ്ങി. അങ്ങനെ നമ്മള് പൈസ കൂട്ടിയൊക്കെ കാരണം ഡെയിലി 100ഉം 200ഉം കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ ഒരു ഫ്ലാസ്ക് വാങ്ങി. ഈ ഫ്ലാസ്ക് വാങ്ങി ഞങ്ങളെ കയ്യിൽ നിന്ന് അതെ കൂട്ടി വെച്ചിട്ട് ഈ ഫ്ലാസ്ക് വാങ്ങി. ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ ഒന്നും എടുത്തിട്ടില്ല. ഇതിലെ വരുമാനം കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടി വെച്ച് കടം വാങ്ങിയതായിരുന്നല്ലോ ഫ്ലാസ്ക്. അത് നമുക്ക് ആ താത്തക്ക് വേഗം തന്നെ കൊടുക്കണം. അപ്പൊ ഫ്ലാസ്ക് തന്ന താത്തക്ക് ഒരുപാട് നന്ദി. അങ്ങനെ അവരെ ഫ്ലാസ്ക് തിരിച്ചു കൊടുത്ത് ഇതിന്റെ മുകളിൽ ഞങ്ങൾ കച്ചവടം ചെയ്ത് നോമ്പായപ്പോ ഞങ്ങൾ അന്ന് നിർത്തി. പിന്നെ നോമ്പ് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പണായി. അപ്പോൾ ഓപ്പണായപ്പോൾ നമ്മൾ പൂവല്ലേ ചോദിച്ചു. നോമ്പ് കഴിഞ്ഞ് കുറുമത്താറും കഴിഞ്ഞാൽ പൂവാറിന് കച്ചവടം ഉണ്ടാവിക്കില്ലേടി, എന്താവൂന്ന് അറിയില്ലാറിന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ തുടങ്ങി. അന്ന് സ്നാക്സും മസ്കാബണ്ണും ഉള്ളിന്. മസ്കാബണ്ണ് പിന്നെ ആരും വാങ്ങാതായപ്പോൾ ഇനി എന്ത് കൊണ്ടുവരും എടി, ഒന്നും കിട്ടാനില്ല. നമ്മളൊരു 200 റുപ്യൻ്റെ ചിക്കനും സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങി ഒരു 200 റുപ്യ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 350 400 ഉണ്ടാവുള്ളൂ. നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ 400 ഉണ്ടാവില്ല, ചിലപ്പോൾ 300 അപ്പം നമ്മൾ അധ്വാനത്തിനുള്ളതില്ല. 200 മടിക്കുക 300 കിട്ടുക പറയുമ്പോൾ 100 രൂപ നമ്മളെ ലാഭം വരുന്നുള്ളൂ. അപ്പം നമ്മൾ അത്രയും ദിവസം ഞാനും ഓളും കഷ്ടപ്പെടുന്നതും പിന്നെ നമ്മളെ വീട്ടിലെ ഗ്യാസ് വിറക് അതൊക്കെ എടുത്തിട്ടല്ലേ ഈ സാധനത്തിൻ്റെ മാത്രം കിട്ടിയൊരു കാര്യമല്ല. പിന്നെ സ്നാക്സുകളൊന്നും കഴിച്ചില്ലാവളും മോളെ. ഞാൻ ഓളോ പറഞ്ഞു അങ്ങനെ ഓരോ ഐഡിയ ഇങ്ങനെ ദിവസവും ആലോചിക്കും. അങ്ങനെ ഞാൻ ചോദിച്ചെടി നമ്മൾ പാനിപ്പൂരി അതെന്തേത്താന്ന് ചോദിച്ചോളൂ. ഓക്കെ അറിയില്ല. ഞാൻ പറഞ്ഞു അത് നമുക്ക് എന്തായാലും ഒരു ദിവസം കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം കൊണ്ടുവന്നു. അന്ന് ഒരാളാ വാങ്ങിയത്, പിന്നെ വാങ്ങിയില്ല. അപ്പോൾ ഓള് പറഞ്ഞു എടി ഇനി കൊണ്ടുവരണം കേട്ടോ, വെറുതെ എന്തിനാ എടുത്ത ആളാന്, ഇനി കൊണ്ടുവരണ്ടാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ കൊണ്ടുവന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ ദിവസം കഴിഞ്ഞാൽ എടി നോക്കിയിട്ട് കാര്യമില്ല, പാനിപ്പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഏറ്റവും പ്രിയമുള്ളൊരു സാധനം. അങ്ങനെ ഞാൻ പറഞ്ഞെടി ആളുകൾക്ക് ഭയങ്കര പ്രിയമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെ പിയാപ്പിളമാരൊന്നും അത് വാങ്ങി തരൂലേ, ഹിന്ദിക്കാരല്ലേ ഉണ്ടാക്കുന്നത്, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലേ. അവരെന്തൊക്കെ മസാല ഇടുന്നതെന്നൊന്നും നമ്മക്കറിയില്ല. നമ്മൾക്ക് അറിയുന്ന രീതിയിലുള്ള മസാലകളാടുക. ഗരം മസാല, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇടുക. അങ്ങനെ ഞാൻ പറഞ്ഞെടി കച്ചവടം കുറഞ്ഞാലും വേണ്ടിയില്ല, നമുക്ക് എന്തായാലും പാനിപ്പൂരിമ പിടിക്കുക, നമുക്കൊരു ബോർഡും അടിക്കാറുണ്ട്. ആ ബോർഡാണ് ഞങ്ങൾ ആദ്യമായിട്ട് അടിച്ചത്. ഇങ്ങനെ ഈ ഒരു പാനിപ്പൂരിന്റെ വീട്ടിലെ പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ തന്നെ ഈ ക്യാൻവ ആപ്പ് കയറിയിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഫുള്ള് എഡിറ്റിംഗ് ചാർജ് കൊടുക്കണ്ടല്ലോ, എഡിറ്റിംഗ് ഫുള്ള് ഞാൻ തന്നെ അതൊക്കെ ഞാൻ തന്നെ എഡിറ്റിംഗ് ചെയ്തിട്ട് ഞാൻ ഓൾക്ക് അയച്ചു കൊടുത്തു. ഓരത് പ്രിന്റ് എടുത്ത് തന്ന് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടൻ വെറുതെ എങ്ങനെ ഇത് ചെയ്തെന്ന് ഫ്രീ ആയിട്ട് ആശാരിയാണ് അങ്ങനെ ചെയ്തത്. ഈ ബോർഡ് കണ്ടിട്ട് പിന്നെ നമ്മൾ 1/2 കിലോ കൊണ്ടുവരുന്ന കേങ്ങിന്റെ 1 കിലോനാക്കാൻ തുടങ്ങി. കേങ്ങ് അങ്ങനെ പാനിപ്പൂരിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ ടേബിൾ മേൽ നിന്നിട്ട് ഞങ്ങൾ കച്ചവടം വരാൻ തുടങ്ങി. ആ ഒരു ടേബിൾ മേൽ മാത്രമായിട്ട്. പിന്നെ ഞങ്ങളൊരു ദിവസം വന്നപ്പോൾ എടി ഈ ഒരു പാനിപ്പൂരി മേൽ തന്നെ പിടിച്ച് നിൽക്കാൻ കഴിയും തോന്നില്ല, നമ്മൾ രണ്ടാളും ഷെയർ ഇട്ട് എടുക്കണ്ടേ, അപ്പൊ നമുക്ക് ഇത് കഴിയും തോന്നില്ല. പിന്നെ ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് ആ ഒരു
ഇതല്ല, ഒരു സ്റ്റാൻഡേർഡ് കുറവാണ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ആവണം. നമുക്ക് ഒരു ചെറുമാതിരി ഒരു ഷോപ്പിടായി ഒരു ജ്യൂസ് കൗണ്ടറൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ നമുക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഓക്ക് പേടി, എന്ത് അത്രയും പൈസ ഇടി മുടക്കിയിട്ട് കച്ചവടം ഉണ്ടാവുമോ, കച്ചവടം. ഞാൻ പറഞ്ഞ ഇടി ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. എനിക്ക് നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല, അത്രയും കച്ചവടം ഉണ്ടാവും. ഞാൻ വെറുതെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞിടി മോമോസ് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഓള് ചോദിച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞിടി മോമോസ് ഉണ്ട്, അത് എനിക്കറിയായിട്ടാ, ഞാനും പുറത്ത് പോയി കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയാം, വീഡിയോസൊക്കെ നമ്മൾ കാണുന്നല്ലേ. മോമോസും കൊണ്ടുവന്നാൽ അങ്ങനെ ഒരു ദിവസം ഞാൻ തന്നെ മോമോസ്, ഓള് പറഞ്ഞു എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഈ ഉണ്ടാക്കിക്കോ. ഞാൻ പറഞ്ഞു എന്നാ ഞാൻ ഉണ്ടാക്കിക്കോളാം പറഞ്ഞു. ഞാൻ യൂട്യൂബൊക്കെ നോക്കി മോമോസ് കൊണ്ടുവന്നു. അന്ന് ആ കൊണ്ടുവന്ന സമയത്ത് പെരും മഴ, അങ്ങനെ പെരും മഴ. ആ ഒരു ടേബിളിന്റെ മുകളിൽ ഞങ്ങൾ മാത്രം പെരും മഴയത്ത് ആ ബിൽഡിങ്ങിന്റെ നടുവിലായിട്ട് ആ കുടന്റെ ഉള്ളിൽ അങ്ങനെ നിന്ന് അന്ന് കൊണ്ടുപോകുന്ന സാധനമൊക്കെ ഞങ്ങൾ അതേപോലെ അന്ന് ഫസ്റ്റ് മോമോസ് കൊണ്ടുപോകുന്ന. പിന്നെ ഓള് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കണ. അങ്ങനെ ഞങ്ങള് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ പകുതിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി. സാധാരണക്കാരായ 2 വീട്ടമ്മമാരാണ് ഇവർ. 2 പേരും സുഹൃത്തുക്കളാണ്, വലിയ പ്രതീക്ഷകളാണ്, വലിയ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വഴി പോകുമ്പോൾ ഒന്ന് ഇറങ്ങണം കേട്ടോ. എത്ര പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ പേര് ഫാരിഷ, ഓളെ പേര് സാജിദ. ഞാൻ +2, ഓളും +2. ഇത് പിന്നെ കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജും മാവൂർ റൂട്ടിൽ വരുന്ന കുറ്റിക്കാട്ടൂരൊക്കെ കഴിഞ്ഞ് പൂവാട്ടുപറമ്പും കഴിഞ്ഞിട്ട് പെരുവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. വന്നു. എന്തിനാ എത്ര പൈസ കഴിച്ച് 1000 കഴിച്ചെന്തിനാ? അതെന്തിനാ അയച്ചേ? നമ്മൾ തിരിച്ചയച്ചരാ. ഞാൻ തിരിച്ചയച്ചരാ. അത് വേണ്ട.